ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ഭയങ്കര ഓൺഗോയിങ് ഡിസ്കഷൻ ആയിരിക്കുന്ന ഒരു പുതിയ മൂവി ഡയസ് ഇറൈ. ലാറ്റിൻ നെയിം ആണെന്നാണ് എനിക്ക് മൂവി കണ്ടപ്പോൾ മനസ്സിലായത്. ഞാൻ ലാസ്റ്റ് ഡേ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ദിസ് വുഡ് ബി മൈ സിൻസിയർ റിവ്യൂ. അപ്പോൾ ഈ മൂവിന്റെ റിലീസ് ഡേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇത് അവർ റിലീസ് ചെയ്തത് ഒരു ഹാലോവിൻ ഡേന്റെ അന്നാണ്. ഒബ്വിയസ്ലി ഇതൊരു ഹൊറർ മൂവി ആയതുകൊണ്ട് അത് ബെസ്റ്റ് ഡേറ്റ് ആയിരുന്നു അല്ലെ. പിന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനറ്റ്ലി ഇത് ഹോളിവുഡ് മൂവിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ അവർ എടുത്തിട്ടുണ്ട് ഈ സിനിമ. കുറേ ജംപ് സ്കെയർ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, പേടിക്കാനുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഇതൊരു തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യേണ്ട മൂവിയാണ്. കാരണം ഈ ഹൊറർ മൂവീസിന്റെ ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ ആ പെർഫെക്റ്റ് സൗണ്ട് സിസ്റ്റം ഉണ്ടാവണം, ആ ഒരു എന്താ പറയുക ഡാർക്ക് റൂം ലൈറ്റിംഗ് ഉണ്ടാവണം. എന്നാലേ നമുക്ക് ആ മൂവി എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തിനാ മൂവി കാണണേ, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ച് മൂവിയാണ്. OTT-യിൽ നമ്മൾ വാച്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അത്രയും അധികം എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ മൂവിക്ക് വന്നിട്ടുള്ള ഒരു ഹൈപ്പ്, ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി ഒരു മൂവിയും കാണാൻ പോവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് അത് നമ്മളെ എവിടെയെങ്കിലും ഒക്കെ സാഡ് ആക്കും. ബട്ട് ഈ മൂവി നിങ്ങൾ ഒരു എക്സ്പെക്ടേഷനോടും കൂടി ഇല്ലാതെ കാണാൻ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടും. ഈ മൂവിന്റെ സ്റ്റാൻഡേർഡ്സ് ഹോളിവുഡ് മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ്സ് ഉള്ള മൂവിയാണ്. അതാണ് ഇതിന് ഇത്ര ഹൈപ്പ് കിട്ടാൻ കാര്യം. പിന്നെ രണ്ടാമത്തെ മേജർ കാര്യമാണ് പ്രണവ് മോഹൻലാൽ. ഈ മൂവിക്ക് ഇത്ര ഹൈപ്പ് വരാനായിട്ട് പ്രണവ് മോഹൻലാലിന്റെ ആക്ടിംഗ് ആണ്. നമുക്ക് ഹൃദയത്തിലും വർഷങ്ങൾക്ക് ശേഷത്തിലും കണ്ട പ്രണവ് മോഹൻലാലേ അല്ല. പ്രണവ് മോഹൻലാലിന്റെ ഒരു ഡിഫറെന്റ് സൈഡ്, ഡിഫറെന്റ് സ്കിൽസ് ഓഫ് ആക്ടിങ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പ്രണവ് മോഹൻലാൽ ഇതിൽ വളരെ അധികം ഓപ്പൺ ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു സൂപ്പർ സ്റ്റാറിനെ പ്രതീക്ഷിക്കാം ഫ്യൂച്ചറിൽ. ദാറ്റ് വിഡ് ബി ഡെഫിനറ്റ്ലി പ്രണവ് മോഹൻലാൽ. കാസ്റ്റ് ആൻഡ് ക്രൂ എവ്രിവൺ ഡിഡ് ദെയർ ബെസ്റ്റ്. എല്ലാവരും ബെസ്റ്റായിട്ട് ആക്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ആക്ടിങ് എനിക്ക് അത് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മൂവി കണ്ടിട്ട് വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യണേ. ആ പേഴ്സന്റെ ആക്ടിങ് എന്താ പറയുക അപ്രീഷിയബിൾ ആണോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണേ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ മൂവി ഈസ് വർത്ത് വാച്ചിങ്. ഗോ ടു ദ തിയേറ്റേഴ്സ്, വാച്ച് ആൻഡ് എക്സ്പീരിയൻസ് ദ ഹൊറർ.